വൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. പുതിയൊരു പുലരി വിടർന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. എന്റെ ഉണ്ണീശോയെ, നിന്റെ മാധുര്യം എനിക്ക് തരണമേ. ഇന്നല്ലോ വിണ്ണിന്റെ നാഥനീ മഞ്ഞിൽ പിറന്നൊരു മംഗളസുദിനം, പിറന്നൊരു മംഗളസുദിനം. ഒരു നല്ല ഫീലിംഗ്, തോട്ട്ഫുൾ. വാർദ്ധക്യം തടങ്കലായി മാറിയ ചില മനുഷ്യരെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇടയ്ക്കിടെ വിട്ടുപോകുന്ന ഓർമ്മകളുടെ പാച്ചിൽ, സ്വന്തം നിയന്ത്രണത്തിൽ നിൽക്കാതെയായവർ, സ്വന്തം ശരീരത്തെപ്പറ്റി പോലും ബോധം നഷ്ടപ്പെട്ട് പലപ്പോഴും വസ്ത്രം ധരിക്കാൻ പോലും മറന്നു പോകുന്നവർ, കിടപ്പുമുറിയും അടുക്കളയും ശുചിമുറിയും പരസ്പരം തിരിച്ചറിയാനാവാതെ ഉപയോഗപ്പെടുത്തുന്നവർ, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നവർ, വീട്ടിൽ വിരുന്നുകാരെത്തിയാൽ മുറി തുറക്കാൻ പോലും അനുവാദമില്ലാതെ തടവിലാക്കപ്പെടുന്നവർ, മഴക്കാലത്ത് കാർമേഘത്തിനിടയിലൂടെ ഇടയ്ക്കെപ്പോഴോ ഇത്തിരി നേരത്തേക്ക് എത്തി നോക്കുന്ന സൂര്യനെ പോലെ വല്ലപ്പോഴും ഒരിക്കൽ ഓർമ്മയുടെ വര ഋജുരേഖയിലാവുമ്പോൾ നിഷേധിക്കപ്പെട്ട മധുരം തേടി അടുക്കളയിലെ പഞ്ചസാര ഭരണി തിരയുമ്പോൾ കൈയോടെ പിടിക്കപ്പെട്ട് ശകാരമേറ്റു വാങ്ങുന്നവർ, ആ സമയം കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുകയും കരയുകയും ചെയ്യുന്നവർ, ഇടയ്ക്ക് എപ്പോഴോ പരിചയക്കാരെ ഓർമ്മ വരുമ്പോൾ വിരൽത്തുമ്പ് വിട്ട് ഓടിപ്പോകുന്ന ഒരു കുട്ടിയെപ്പോലെ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എവിടേക്കെന്നില്ലാതെ ഇറങ്ങി ഓടുന്നവർ, ഒടുവിൽ പിടിക്കപ്പെട്ട് വീണ്ടും തടവിലാക്കപ്പെടുന്നവർ, മനസ്സ് വെണ്ണീറായി മരുന്ന് രുചികൾ മാത്രമറിയുന്ന നാവുമായി മരുന്ന് മണം നിറഞ്ഞ മുറിയുടെ ഇരുട്ടിൽ തളയ്ക്കപ്പെടുന്നവർ, ഒരു ജീവിതകാലം മുഴുവൻ ഒപ്പമുള്ളവരുടെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതി ഒടുങ്ങി ഒടുക്കം തടവറയിലായ അങ്ങനെയുള്ള മനുഷ്യർ ഒരുപാടുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും നിസ്സഹായമായ അവസ്ഥ. കാലമെത്ര മാറിയാലും കഥയിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കഥാപാത്രങ്ങൾ അരങ്ങൊഴിയുമ്പോൾ പുതിയവർ അരങ്ങേറും. മുഖങ്ങൾ മാത്രം മാറിക്കൊണ്ടിരിക്കും. നാളെ ഒരു കാലം അങ്ങനെയൊരു വേഷം അണിയാൻ ഇടവരാതിരിക്കാൻ ഇരുട്ടുമുറിയുടെ ജനാലവിടവിലൂടെ പുറത്തേക്ക് നോക്കി കണ്ണു നിറയ്ക്കുന്ന മുഖങ്ങളിലൊന്ന് നമ്മുടേതാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ചിന്ത. ഒരിക്കലൊരു ആന്ത്രോപോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞൻ, ആഫ്രിക്കയിലെ ഒരു ഗോത്ര ഗ്രാമത്തിലെ കുട്ടികളോട് ഒരു ചെറിയ കളി നിർദ്ദേശിച്ചു. അതൊരു സാധാരണ കളിയായിരുന്നു. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് മനുഷ്യർ ജീവിതത്തിൽ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമായിരുന്നു. അദ്ദേഹം ഒരു മരത്തിനടിയിൽ
പഴങ്ങൾ നിറച്ചൊരു കുട വച്ചു കുട്ടികളെ 100 മീറ്റർ അകലത്തിൽ നിർത്തി. പിന്നീട് പറഞ്ഞു, ആർക്കാണ് ആദ്യം ഈ മരത്തിനടുത്തെത്താൻ കഴിയുക അവർക്കാണ് ഈ മുഴുവൻ പഴങ്ങളും. റെഡി സ്റ്റഡി ഗോ. എല്ലാവരും ഓടുമെന്ന് അദ്ദേഹം കരുതി. ഒരാൾ ജയിക്കും, ബാക്കി എല്ലാവരും തോറ്റുപോകും. പക്ഷെ സംഭവിച്ചത് അതല്ല. കുട്ടികൾ ഒരാളും തനിയെ ഓടിയില്ല. അവർ പരസ്പരം കൈകോർത്ത് ഒരുമിച്ച് ഓടി. കൂടയിലെ പഴങ്ങൾ സമമായി പങ്കിട്ടു. ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഒരുമിച്ച് ചിരിച്ച്, ഒരുമിച്ച് സന്തോഷിച്ച്. അത്ഭുതപ്പെട്ട ആന്ത്രോപോളജിസ്റ്റ് ചോദിച്ചു, ഒരാൾക്ക് മുഴുവൻ പഴങ്ങളും കിട്ടാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും പങ്കിട്ടത്? കുട്ടികളുടെ മറുപടി ഒറ്റ വാക്ക് മാത്രമായിരുന്നു, ഉബുന്തു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഉബുന്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികൾ പറഞ്ഞു, മറ്റുള്ളവർ ദുഃഖിതരായിരിക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെ സന്തോഷിക്കാനാകും? ഉബുന്തു എന്നത് അവരുടെ ഭാഷയിൽ അർത്ഥമാക്കുന്നത് ഞാൻ ഉള്ളത്, നമ്മൾ ഉള്ളതിനാലാണ്. ഐ ആം ബിക്കോസ് വി ആർ. ഇതിലെ മനഃശാസ്ത്രം എന്താണ്? ഇന്നത്തെ ലോകം നമ്മോട് പറയുന്നത് ഇതാണ്: ജയിക്കുക, മുന്നിൽ നിൽക്കുക, മറ്റുള്ളവരെ മറികടക്കുക, ഞാൻ എന്നതിനെ മുൻപിൽ വയ്ക്കുക. പക്ഷേ ഉബുന്തു പറയുന്നത് മറ്റൊരു സത്യം. സന്തോഷം വ്യക്തിപരമല്ല, അത് പങ്കിടുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നു, സഹകരണത്തോടെ വളരുന്ന സമൂഹങ്ങൾ കൂടുതൽ മാനസികാരോഗ്യമുള്ളവരാണ്. കൂട്ടായ്മയിൽ വളരുന്ന കുട്ടികൾക്ക് കൂടുതൽ എംപതി, സഹാനുഭൂതി ഉണ്ടാകും. ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്നതിലേക്ക് ചിന്ത മാറുമ്പോൾ ജീവിത ഗുണനിലവാരം ഉയരും. ഇന്നത്തെ ലോകത്ത് ഉബുന്തു എന്തുകൊണ്ട് പ്രസക്തമാണ്? ഓഫീസുകളിൽ, ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നത് ഇതാണ്: എനിക്ക് എന്ത് കിട്ടും? ഞാൻ മുന്നിൽ വരുമോ? എനിക്ക് ലാഭമുണ്ടോ? ഉബുന്തു ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം: നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നേറുന്നുണ്ടോ? എൻ്റെ വിജയം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നുണ്ടോ? ഒരു ചെറിയ ചിന്ത: നമ്മൾ ഒറ്റയ്ക്ക് വേഗത്തിൽ മുന്നേറാം, പക്ഷെ ഒരുമിച്ച് നടക്കുമ്പോഴാണ് ദൂരം പിന്നിടുന്നത്. ജീവിതം ഒരു മത്സരം മാത്രമല്ല, അതൊരു യാത്രയാണ്. ഒരുമിച്ച് പോകുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. നമുക്ക് ഉബുന്തു ആയ ജീവിതം തിരഞ്ഞെടുക്കാം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സ്വന്തം സന്തോഷം കാണാം. വിജയത്തെ പങ്കിടാം. ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്നതിലേക്ക് വളരാം. കാരണം ഞാൻ ഉള്ളത് നിങ്ങളുള്ളതിനാലാണ്. ഐ ആം ബിക്കോസ് വി ആർ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരാളോട് കൂടി ഇത് പങ്കിടൂ. ഒരാളുടെ ചിന്തയെങ്കിലും മാറിയാൽ അതാണ് ഉബുന്തു. UBUNTU സ്പെല്ലിംഗ്. കടപ്പാട്, ഡോക്ടർ മനു മെൽവിൻ ജോയ്, കടപ്പാട്. നിറയെ മരങ്ങൾ നിൽക്കുന്നൊരു കാട്ടിലേക്ക് ഒരു മരം വെട്ടുകാരൻ നടന്നു വരികയായിരുന്നു. അദ്ദേഹം നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ മഴുവുണ്ട്. ആ മഴുവിന്റെ പിടി എന്ന് പറയുന്ന ഒരു നല്ല മരത്തിന്റെ കമ്പാണ്. മരത്തിന്റെ ഒരു കാതലിലാണ് അദ്ദേഹം തന്റെ മഴു നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മഴുവുമേന്തി കാട്ടിലേക്ക് വരുന്ന മനുഷ്യനെ കണ്ട മരങ്ങള് പരസ്പരം പറഞ്ഞു, മഴുവുമേന്തി വരുന്ന മനുഷ്യന്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തല്ലേ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്ന് കരുതി വളരെ സന്തോഷത്തോടുകൂടി അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മരങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്, ആ മഴ ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റു മരങ്ങളെ അയാൾ വെട്ടിവീഴ്ത്തുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, തങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്ന ആളുടെ കയ്യിൽ തങ്ങളുടെ ഒരു കൂട്ടുകാരൻ തന്നെ നിൽപ്പുണ്ടല്ലോ എന്ന് തിരിച്ചറിയാൻ കഴിയും. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് മനുഷ്യബന്ധങ്ങളും. ഇന്നത്തെ കാലഘട്ടത്തില് മനുഷ്യബന്ധങ്ങളും അത് ബിസിനസ്സിലാവട്ടെ, കുടുംബജീവിതത്തിലാവട്ടെ, മറ്റ് രംഗങ്ങളിലാവട്ടെ, ബന്ധങ്ങൾക്ക് വലിയ മൂല്യങ്ങൾ കൽപ്പിക്കാത്ത വ്യക്തിത്വങ്ങളുണ്ട് എന്നുള്ളത് ഇതേപോലെ മരം വെട്ടി വീഴ്ത്തപ്പെടുമ്പോഴാണ് പല മനുഷ്യരും തിരിച്ചറിയുന്നത്. നിറയെ മരങ്ങൾ നിൽക്കുന്നൊരു
സ്വന്തമാകുമെന്നോ സ്വന്തമാണെന്നോ ഒരു ഉറപ്പുമില്ലാത്ത മനുഷ്യരിലേക്കൊന്നും ഒരുപാടങ്ങ് പടർന്ന് കയറാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്നേഹത്തിൻ്റെ ആഴത്തിനുള്ളിൽ പരസ്പരം തൊട്ടു നിൽക്കാം. അതിനപ്പുറത്തേക്ക് ഒട്ടിച്ചേരുമ്പോഴാണ് പറിച്ചെടുക്കുമ്പോഴുള്ള മുറിവുകളാൽ വേദനിക്കേണ്ടി വരുന്നത്. തൊട്ടടുത്ത വാടക വീട്ടിൽ താമസത്തിനെത്തുന്നവരിൽ അപൂർവം ചിലരെ ഒരു നാൾ ഒഴിഞ്ഞു പോകുമെന്ന യാഥാർത്ഥ്യം ഓർക്കാതെ ഹൃദയത്തിലേറ്റും നമ്മൾ. പിന്നെ ഒരിക്കൽ അവരൊഴിയുമ്പോൾ പകരം അവിടെ പലരും മാറി വന്നാലും ആ വീട്ടിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരു ശൂന്യതയാവും തോന്നുക. അങ്ങനെയുള്ള മനുഷ്യർക്ക് സ്വന്തം ഹൃദയത്തിൽ നിന്ന് പ്രിയപ്പെട്ട ഒരാൾ പടിയിറങ്ങുമ്പോൾ എത്രമാത്രം ശൂന്യത അനുഭവപ്പെടുന്നുണ്ടാവും. ഹൃദയത്തിൽ അത്രമേൽ ഇടം കൊടുത്ത മനുഷ്യരുടെ അസാന്നിധ്യങ്ങൾ എപ്പോഴും വേദനയാണ്. ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് യാത്ര ചെയ്ത് ശീലിച്ചവർക്ക് അവർ ഉപേക്ഷിക്കുന്നവരുടെ ശൂന്യതയുടെ ആഴം ഒരിക്കലും മനസ്സിലാവില്ല. നമ്മളില്ലായ്മയിൽ ഹൃദയം വേദനിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാവൂ. അവരൊരിക്കലും അറിഞ്ഞുകൊണ്ട് നമ്മളെ തനിച്ചാക്കില്ല. കടപ്പാട്. ജയേഷ് മൈനാഗപ്പള്ളി. അടുത്തത് ഒരു ഡാൻസാണ്. ഞാനും എൻ്റെ പേരക്കുട്ടികളും അവരുടെ പാപ്പൻ്റെ കുട്ടികളും 6 പേരും ഞാനും ചേർന്നിട്ടുള്ള ഒരു ഡാൻസാണ് അടുത്തത്.
മമ്മി. പച്ചവർണ്ണ പൈങ്കിളിയെ ഒന്നു പറയാമോ, കൊച്ചുമുളങ്കാട് വിട്ട് വന്നതെന്തിനാ? പുതുപൂന്തേൻ ചോരിയുമെനോമനെ നിൻകരൽ തളരാതെ പറയും ഇക്കാര്യം. പൂങ്കവിളിൽ ഉമ്മതരാം ഒന്നു നിനക്കായി. പച്ചവർണ്ണ പൈങ്കിളിയെ ഒന്നു പറയാമോ, കൊച്ചുമുളങ്കാട് വിട്ട് വന്നതെന്തിനാ? ചെറുചിറകയന്തി വാനാകയെന്നുമേ ഭംഗിയാൽ പറന്നിടാൻ വഴിയിലെ പാവമേ പാതകമിതാരു ചെയ്തു ചൊല്ലുകിളിയേ. പച്ചവർണ്ണ പൈങ്കിളിയെ ഒന്നു പറയാമോ, കൊച്ചുമുളങ്കാട് വിട്ട് വന്നതെന്തിനാ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.